ഈ ഒരു 50 വയസ്സിലും നിങ്ങൾക്ക് ഇതുപോലെ നല്ല കട്ടിയോട് കൂടിയ മുടിയും നല്ല കറുപ്പോട് കൂടിയ മുടിയും നരയൊന്നും വരാതിരിക്കാനായിട്ടുള്ള നല്ല കട്ടിയായിട്ട് ഷൈനിങ് ആയിട്ടൊക്കെ മുടി നിങ്ങൾക്ക് വേണോ എങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്യുക. ഇതുപോലെ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ മുടി വളരാനായിട്ടും ഡാൻഡ്രഫ് മാറാനായിട്ടും എല്ലാത്തിനുമുള്ള ഒരു അടിപൊളി ഒരു പ്രോട്ടീൻ പായ്ക്കാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ മുടി തഴച്ച് വളരാൻ സഹായിക്കും. നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായ സാധനങ്ങൾ കൊണ്ട് ചെയ്യാം എന്നുള്ളതാണ്. ആരൊക്കെയാണ് ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇനി എന്താണ്, നമുക്ക് നല്ല പൈസയാവും. പാർലറിൽ പോയി ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പാർലറിൽ പോയി ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തു തരും. അപ്പോൾ എന്താണ്, ഒരാൾ ചെയ്തു തരുമ്പം നമുക്ക് അതോളം വേറെ സുഖം കിട്ടാനില്ല. നമ്മൾ തലയിലൊക്കെ അത് മസാജ് ചെയ്തും ഹെയർ സ്പായോ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരുമ്പോൾ നമുക്ക് ഒരാൾ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റും ആ ഒരു മസാജും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ലൊരു രീതിയിൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാറില്ല. അപ്പോൾ അതാണ് പാർലറും വീടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ നല്ല പൈസയാകും. നമ്മൾ ഒരാൾ ചെയ്തു തരുമ്പോൾ നമുക്ക് പൈസ കൊടുക്കാതിരിക്കാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല കോസ്റ്റ് ആവും. ഹെയർ സ്പായ്ക്ക് 2000 1500 മുതൽ തുടങ്ങും നോർമൽ ഹെയർ സ്പായ്. പിന്നെ 1500 2000 2500 3000 4000 വരെയുള്ള പ്രോട്ടീൻ സ്പാകളും ഹെയർ സ്പാകളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്രയും എല്ലാവർക്കും ഒന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്പാ ഒന്നും ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പ്രോട്ടീൻ സ്പാ നമുക്ക് ചെയ്തെടുക്കാം. ഈ പ്രോട്ടീൻ സ്പാ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ മുടിക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഡാമേജ് ഹെയർ, പൊട്ടിപ്പോകുന്ന മുടി, അതുപോലെ മുടി വളരാതിരിക്കുക, മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാകുക, ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുക, ഇങ്ങനെയുള്ള ഹെയറുകളിലാണ് നമ്മൾ പ്രോട്ടീൻ സ്പാകളും പ്രോട്ടീൻ ഹെയർ സ്പായും ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഒന്ന് സ്മൂത്തായി കിട്ടാനായിട്ടും ഒന്ന് ഷൈനിങ് ആയിട്ട് കിട്ടാനായിട്ടും താരനൊക്കെ നന്നായിട്ട് കുറയാനായിട്ടും അതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രോട്ടീൻ സ്പാ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മൂത്തനിങ് ചെയ്ത ഹെയർ, റിബോണ്ടിങ് ചെയ്ത ഹെയർ, കളറിങ് ചെയ്ത ഹെയർ, ഇങ്ങനെയുള്ള ഹെയർ ഡാമേജ് ഹെയർ ആണ്. അപ്പോൾ അങ്ങനെ ആ ഡാമേജ് വരുന്ന ഹെയറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ സ്പാകളും ഒക്കെ ചെയ്യുന്നത് അല്ലേ. സ്മൂത്തനിങ്ങും എന്താ പറയുക സ്ട്രെയിറ്റനിങ്ങും ചെയ്ത ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് ആ രീതിയിൽ 3 മാസം കൂടുമ്പോഴൊക്കെ പ്രോട്ടീൻ സ്പാ ചെയ്തു പോവുക. എന്നാലും നമ്മുടെ മുടിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. കാരണം കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ പ്രോട്ടീൻ സ്പാ പോലുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലും ഇതുപോലെ ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ നല്ല ഷൈനിങ്ങോടുകൂടി. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്തതിന് ശേഷം ബെല്ലൈക്കനുണ്ട്, ബെല്ല് പോലുള്ളതുണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ബെല്ലും കൂടെ ഒന്ന് അമർത്താനായിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയാലോ എന്ന വായു. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ പൂ വേണം. ഒരു 5 6 7 നല്ലപോലെ മുടിയുള്ളവരൊക്കെയാണ് ഒരു 6 7 8 എണ്ണം വരെയൊക്കെ എടുക്കാം. ചെമ്പരത്തിയുടെ ആ ഒരു ഞെടുപ്പെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ, കുറച്ച് മുടിയുള്ളവർ 1 ടേബിൾ സ്പൂൺ മതി. കുറച്ച് കൂടുതൽ മുടിയുള്ളവർ 2 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്ത് വെക്കണേ. പിന്നെ നമുക്ക് വേണ്ട അലോവേര ജെല്ല്, ഫ്രഷ് അലോവേര ജെല്ലും എടുക്കാം. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ അലോവേര ജെൽ ഉള്ളത് കൊണ്ട് ഞാനിത് എടുക്കുകയാണ്. പിന്നെ അത് വേണ്ട കോൺഫ്ലവർ ആണ്. പിന്നെ ഒരു റോബസ്റ്റായുടെ പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് നമുക്ക് വേണ്ട, ഒരു പകുതി മതി കേട്ടോ. ഫുള്ളായിട്ട് വേണ്ട, ഒരു പകുതി മതി റോബസ്റ്റ പഴവേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ഉലുവയും റോബസ്റ്റായുടെ പഴവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഒരു പായ്ക്ക ഹെയർ പായ്ക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 ടീസ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കട്ടയില്ലാതെ ഇളക്കാം. കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകിയിട്ടുണ്ട്, ഇത് മതി. നമ്മുടെ ഒരു എന്താ പറയുക കോൺഫ്ലവർ ഒന്ന് കുറുക്കിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് കുറുകിപ്പോയി. ഇത്രയും ശരിക്കും പറഞ്ഞാൽ കുറുകണ്ട. നമുക്കിനി ബാക്കി നമ്മുടെ ഈ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ട്
ഈ ചെറു ചൂടോടുകൂടി തന്നെ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പായ്ക്ക് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും കൂടരുത്. ഇതേ രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ തലയിൽ നല്ലപോലെ തേച്ച് നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അലോവേര ജെൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്രഷ് അലോവേര ജെൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച നല്ല അലോവേര ജെല്ലാണ് കേട്ടോ. ഇത് പ്ലെയിൻ അലോവേര ജെല്ലാണ്, വേറെ ഒന്നും കാര്യങ്ങളൊന്നും ചേർക്കാത്ത അലോവേര ജെല്ലാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുവാണേ. മുട്ടയുടെ വെള്ള ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഹെയർ ഉള്ളവർ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ചേർക്കണം. ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഈ മുട്ടയുടെ വെള്ള മാത്രം ചേർത്താൽ മതി കേട്ടോ. ഡ്രൈ ഹെയർകാരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർക്കണം. അപ്പം ഞാനിപ്പം പിന്നെ എനിക്ക് ശകലം ഓയിലിയും ഡ്രൈയും എല്ലാം കൂടി ഒരു ഹെയറാണ്, ഒത്തിരി ഡ്രൈ അല്ല. അപ്പം ഞാൻ മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. അപ്പം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വയ്ക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ, മാറ്റി വെച്ചായിരുന്നു, എടുക്കാൻ മറന്നുപോയേ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി, ഉലുവ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, പിന്നെന്താണ് നമ്മൾ ചേർത്തത്, ഇതെല്ലാം തന്നെ ഒരു പഴം, ഇതെല്ലാം തന്നെ പഴമൊക്കെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട്, മുട്ടയുടെ വെള്ള നല്ല മുടി നല്ല സിൽക്കായിട്ട് കിടക്കാനായിട്ടൊക്കെ സഹായിക്കുന്നു. അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവോ ഉലുവയും കറ്റാർവാഴയുടെ ഒക്കെ ജെല്ലും ഒക്കെ അടിപൊളിയാണ്. മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും ഒരു എന്താ പറയുക, മുടിക്ക് നല്ല ഒരു പൊട്ടിപ്പോലും ഒക്കെ തടയാനായിട്ട് സഹായിക്കുന്നു. ഇതൊരു പ്രോട്ടീൻ പായ്ക്കാണ്. നമ്മൾ പാകത്തിൽ പോയി കാശ് കൊടുത്ത് ചെയ്യുന്നതിന് പോലെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ പായ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതും അത് എത്ര നേരം വെക്കണമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ആ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഹെയർ പായ്ക്ക് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നാച്ചുറലാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം തയ്യാറാക്കാവുന്ന ഒരു പ്രോട്ടീൻ സ്പായാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് മാറ്റണോ മറിക്കണോ എന്നൊന്നും ചോദിക്കരുത്. ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന എന്തെല്ലാമാണ് അതെല്ലാം ചെയ്യണം. നിസ്സാര സംഭവങ്ങളേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഉലുവ, പഴം, ചെമ്പരത്തിപ്പൂവ്, കറ്റാർവാഴ, അതുപോലെ തന്നെ എന്താണ് കോൺഫ്ലവർ. ഇത് കോൺഫ്ലവർ മാത്രം വേണമെങ്കിൽ മേടിക്കാൻ പറ്റുന്നുള്ളൂ. പഴവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങളാണ്. ഇത് വെച്ചാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാനിത് ഇടയ്ക്ക് ചെയ്തു പോകുന്നതാണ്, എൻ്റെ ഹെയറിന് ചെയ്തു പോകുന്നതാണ്, എൻ്റെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കിയാലോ, എന്നാൽ ഓടിവായോ. നമ്മൾ ചെയ്യുമ്പോഴത്തേനും എന്താണ്, ഞാനിത് ആഴ്ചയിൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിലാണ് നമുക്ക് ചെയ്യേണ്ടത് നല്ല റിസൾട്ട് കിട്ടാനായിട്ട്. മുടിയുടെ ജടയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് രീതിയിൽ നമുക്കൊന്ന് കോമ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ മുടിക്ക് തന്നെ നരയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, ഇതുവരെയായിട്ട് നരയൊന്നും വന്നിട്ടില്ല. അപ്പം എൻ്റെ ഈ ഒരു 50ാമത്തെ വയസ്സിലും എൻ്റെ ഈ മുടി ഒന്നും നരയ്ക്കാതിരിക്കാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ മുടി നല്ല ഷൈനിങ് ആയിട്ട് നല്ല തിളക്കത്തോടുകൂടി കിടക്കാനായിട്ടും ഒക്കെ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാണിത്, നല്ല രീതിയിലുള്ള ഹെയർ പാക്ക്, പ്രോട്ടീൻ ഹെയർ പാക്ക്. നമ്മൾ പാലുകളൊന്നും പോകാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അത് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി നല്ലതായിട്ട് തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും മാറി മുടിയുടെ പൊട്ടലൊക്കെ മാറി നല്ലൊരു ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉടക്കെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നനച്ച ഹെയറിലാണ് നമ്മൾ സ്പായൊക്കെ ചെയ്തത്. പ്രോട്ടീൻ സ്പാ ആണെങ്കിലും എന്ത് സ്പാ ആണെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ്, മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ഏത് പായ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാത്റൂമിലോട്ട് വന്നേക്കുവാണ്, കാരണം ഇത് നമ്മുടെ നിലത്തോട്ടൊക്കെ ഇങ്ങനെ പുഴിഞ്ഞ് വീഴും. അത് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. പിന്നെ നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ, നല്ല ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ കോക്കനട്ട് ഓയിൽ ചേർക്കാം. അപ്പോൾ എൻ്റേത് ഒത്തിരി ഡ്രൈ അല്ല, കുറച്ച് ഓയിലി ഹെയർ ആണ്. ഒത്തിരി ഓയിലി അല്ല, ഒരു കോമ്പിനേഷൻ സ്റ്റൈൽ ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല പക്ക ഡ്രൈ ആണെങ്കിൽ മറക്കാതെ 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടുവേ. പിന്നെ നമുക്കിതൊന്ന് തലയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നല്ലതായിട്ട് ഇന്ന് നമ്മൾ തലയിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഉലുവയൊക്കെ നമ്മുടെ മുടി നല്ല ഷൈനിങ് ആകാനായിട്ടും ഡാൻഡ്രഫ് പോകാനായിട്ടും നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്കും
ഒക്കെ ഉലുവ നല്ലതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്, ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മുടിയെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഓരോ പാർട്ടീഷനായിട്ടാണ് ഞാൻ തേക്കുന്നത്. നമ്മൾ ഹെന്നയൊക്കെ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് തേച്ചാൽ മതി. ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് തേച്ച് കൊടുത്താൽ മതി. മുടിയിൽ മൊത്തം ആകണമെന്നേ ഉള്ളൂ. പിന്നെ ഷാമ്പൂ ചെയ്ത് ഹെയറിലായിരിക്കണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയിൽ എണ്ണമയം ഒന്നും കാണരുത്, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ താഴോട്ടും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാൻ മുടിയിൽ താഴോട്ടും എല്ലാം തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ഒക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും എന്ത് കാര്യം നമ്മുടെ ഹെയറിലാണെങ്കിലും മുഖത്തായാലും മസാജ് മസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ സ്റ്റീമൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടവലൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ആ ടവൽ കൊണ്ടിട്ട് നമ്മുടെ ആ ഒരു തലയിൽ നിന്ന് കെട്ടി വെച്ചാലും മതി കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ മുടിക്ക് ഡാമേജ് ഹെയറും പ്രശ്നമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാം. പാർലറിലൊക്കെ ആണെങ്കിൽ നമുക്കിത് മൊത്തം ഇതുപോലെ ഹെയർ സ്പാ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഒന്ന് സ്റ്റീം ചെയ്യും തലയിൽ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. അപ്പോഴാണ് നമ്മളെ ആ തേച്ച പായ്ക്കൊക്കെ നമ്മുടെ ആ ഒരു സ്കാൾപ്പിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 മിനിറ്റോളം ഇപ്പോൾ മസാജ് കൊടുത്തു. ഇനി നമുക്ക് ആ ബാക്കി പായ്ക്കെല്ലാം കൂടെ എടുത്ത് നമ്മുടെ തലയോട് നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പായ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നല്ല സിൽക്കി ആയിട്ടും ഷൈനിങ് ആയിട്ടും നമ്മുടെ മുടി കിടക്കും കേട്ടോ. മുടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തലയിലൊക്കെ. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം എന്താണ് നല്ല രീതിയിൽ നമുക്ക് ഹെയർ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. പ്ലെയിൻ പിന്നെ ഷാമ്പുവോ കണ്ടീഷണറോ വാഷ് ചെയ്ത് വെറും പ്ലെയിൻ വാഷ് നന്നായിട്ടൊന്ന് കഴുകുക. ഇതിൽ നമ്മുടെ ആ ഒരു തലയിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് കഴുകി കളയുക. 1-2-3 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ എന്തായാലും ഞാൻ തലയിൽ പായ്ക്കൊക്കെ ഇരിക്കുമല്ലേ, അപ്പം ഞാൻ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് മുഖത്തും കൂടെ ഒരു പായ്ക്ക് ഇടുന്നതാണ്. മുഖത്തും കഴുത്തിലും ഒക്കെ ഒരു പായ്ക്ക് ഇടുന്നത്. അപ്പം ഞാൻ ഇന്ന് പിന്നെ ചില ദിവസങ്ങളിൽ ചില ദിവസം ഒരാഴ്ച അടുപ്പിച്ച് വേണേൽ ഒരു പായ്ക്കിടും. പിന്നെ പിറ്റത്തെ ആഴ്ച വേറൊരു പായ്ക്കായിരിക്കും ഞാൻ മുഖത്തിടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് നേരത്തെ തന്നെ ഞാൻ ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഇടാൻ തുടങ്ങിയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മഞ്ചിഷ്ട പൊടിയും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും തക്കാളി നീരും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു തലയുടെ ഇത് ഒന്ന് പിടിക്കുന്നതിനെ പറ്റി നമുക്ക് ഫേസിലൂടെ ഇടാൻ പറ്റുമല്ലോ. ഞാൻ ഇങ്ങനെ ഓരോ പായ്ക്ക് മാറി 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 ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിടാം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഇട്ടാൽ മതി. കഴുത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ചിഷ്ട പൊടിയും വെരട്ടി മധുരത്തിൻ്റെ പൊടിയൊക്കെ നമ്മുടെ മുഖത്തെ കലകളും പാടുകളും ഒക്കെ മാറി മുഖം നല്ല ക്ലീൻ ആകാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇവിടെ ഇടുമ്പോൾ എന്താണ് നമ്മുടെ തലയിൽ ആ 20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഫേസിൽ ഇത് പിടിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. സമയം ഇല്ലാത്തവരോടാണ് പറയുന്നത് കേട്ടോ. സമയം കണ്ടെത്താൻ നമുക്ക് പറ്റും. അപ്പോൾ അതായത് എൻ്റെ തലയെല്ലാം നന്നായിട്ട് പായ്ക്കെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ എന്താണ് ഡ്രൈ ഇല്ല കേട്ടോ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ ആവത്തൊന്നുമില്ല, നല്ല പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖത്തെയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ എന്നാ ചെയ്യും? അപ്പോൾ ഉള്ള കാര്യം ഒരു ചെറിയൊരു മിനി കുളി പാസ്സാക്കിയിട്ട് വരാം. അപ്പോൾ ദേഹമൊന്നും ഞാൻ ഇപ്പോൾ കഴുകുന്നില്ല. ഇപ്പോൾ ഓൾറെഡി മുഖവും കഴുത്തും ഒക്കെ ഒന്ന് കഴുകി തലയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. എനിക്ക് വേറെ കുറച്ച് പണികളൂടെ ബാക്കിയുണ്ട്. ഹെയർ ഓയിലും ഫെയർനെസ് ഓയിലും ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളും ഒഴിക്കലും പിറക്കലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പം തലമുടിയും കഴുകി മുഖവും കഴുത്തും ഒക്കെ കഴുകി തലമുടിയൊക്കെ ഒന്ന് ഉണക്കി കാണിക്കാം. നമ്മുടെ തലമുടിയുടെ ആ തിക്നെസ്സും ബോളിയും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓടി വരാം കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വേഗം പോയി മുടിയെല്ലാം കഴുകിയിട്ട് വന്നതാണ്. അപ്പോൾ എന്താണ്, ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല, കണ്ടീഷണർ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടില്ല. പ്ലെയിൻ വാഷ് മാത്രം ചെയ്തേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഷൈനിങ് ആയിട്ട് കിടക്കും. അപ്പോൾ ഞാൻ മുടി ഉണങ്ങിയിട്ട് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. വീണ്ടും മുഖത്തിട്ട് പായ്ക്കില്ലേ, എന്നിട്ട് അതെല്ലാം നന്നായിട്ട് മാറി കിട്ടും. അത് മുഖത്ത് നല്ലൊരു നമ്മുടെ ഓയിലൊക്കെ തേക്കുന്നതുകൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, നല്ലൊരു ഗ്ലോ ആണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ തേക്കുന്നതുകൊണ്ട്. അപ്പോൾ ഫെയർനെസ് ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു ഓയിലാണ്. ഇപ്പം ഞാൻ
മുഖമെല്ലാം കഴുകിയിട്ട് ഒന്നും തേച്ചിട്ടില്ല, മുഖത്തൊന്നും തേച്ചിട്ടില്ല. എന്നിട്ട് തന്നെ നല്ലൊരു ഗ്ലോ ആണ് ഫേസിന് കിട്ടുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഈ ഓയിലും തേക്കും ഇടയ്ക്ക് ഈ പായ്ക്കുകളൊക്കെ മാറി മാറി ഇട്ട് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ലപോലെ മുടി ഉണങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് തിക്കായിട്ടും ഷൈനിങ് ആയിട്ടും നല്ല കട്ടിയോടുകൂടി മുടി കിടക്കാനുള്ള നല്ലൊരു പ്രോട്ടീൻ പായ്ക്കാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല റിസൾട്ട്, നമ്മുടെ മുടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ടും മുടിയിലെ പൊട്ടലൊക്കെ മാറാനായിട്ടും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.